രാമായണത്തിന്റെ കഥ ആരംഭിക്കുന്നത് സാരസ്വത്യാപൂർണമായ അയോധ്യ നഗരത്തിൽ നിന്നാണ്. ഇവിടെ ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ട ദശരഥനെന്ന ധർമ്മപരനായ രാജാവാണ് ഭരിക്കുന്നത്. മഹാനായ വംശത്തിൽപ്പെട്ട ഇദ്ദേഹത്തിന് വലിയൊരു ദുഃഖമുണ്ടായിരുന്നു: അദ്ദേഹത്തിന് കുട്ടികളില്ലാത്തത്. അങ്ങനെ ദശരഥൻ തന്റെ ഗുരുവായ വസിഷ്ഠമുനിയുടെ ഉപദേശപ്രകാരം പുത്രകാമേഷ്ഠി യാഗം നടത്താൻ തീരുമാനിക്കുന്നു. ഈ യാഗം നടത്തുന്നതിന് വിശ്രുതനായ ഋഷിയായ ശൃംഗമുനിയെ ക്ഷണിക്കുന്നു. യാഗം പൂർത്തിയായപ്പോൾ യാഗപുരുഷൻ പ്രത്യക്ഷപ്പെട്ടു. ദശരഥന് പായസം നൽകി. അദ്ദേഹം അത് തന്റെ ഭാര്യമാർക്കായി വിഭജിച്ചു നൽകി. കൗസല്യയ്ക്ക് പകുതി നൽകി, സുമിത്രയ്ക്ക് പകുതിയിൽ രണ്ടിലൊരെണ്ണം, കൈകേയിക്ക് നാലിലൊരെണ്ണവും നൽകി. ഈ പായസം കഴിച്ച ശേഷം അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. കൗസല്യയ്ക്ക് രാമനും കൈകേയിക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും ജനിക്കുന്നു. രാമൻ കൗസല്യയുടെ മകനായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ടുതന്നെ അവന്റെ ജനനത്തിൽ നിന്നുതന്നെ ധർമ്മവും വിധേയത്വവും പ്രതിനിധീകരിക്കുന്നവനായി കണക്കാക്കപ്പെടുന്നു. ശിശുക്കൾ വളരുന്നു. മന്ത്രിമാരുടെയും ഗുരുക്കന്മാരുടെയും കീഴിൽ വേദാദിശാസ്ത്രങ്ങൾ പഠിക്കുന്നു. ഈ കുട്ടികളിൽ ഏറ്റവും ശ്രദ്ധേയനായി മാറുന്നത് രാമനാണ്. ശാന്തസ്വഭാവം, അഹങ്കാരമില്ലായ്മ, സഹോദരപ്രേമം, അധർമ്മത്തിനെതിരായ നിലപാട് എല്ലാം അവന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ മഹാതപസ്സുകാരനായ വിശ്വാമിത്രമുനി അയോധ്യയിലെത്തുന്നു. അയോധ്യ രാജാവ് ദശരഥനെ സമീപിച്ചു പറഞ്ഞു: മഹാരാജാ, ഞാൻ നടത്താൻ പോകുന്ന യാഗങ്ങൾ പിശാചുക്കൾ വന്ന് ബുദ്ധിമുട്ടിക്കുന്നു. ഈ യാഗം സംരക്ഷിക്കാൻ ശക്തനായ രാമനെ എനിക്ക് നൽകുക. ദശരഥൻ ഇതുകേട്ട് ആദ്യം വിറച്ചുപോയെങ്കിലും വസിഷ്ഠമുനിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം വിശ്വാമിത്രന്റെ അഭ്യർത്ഥന അംഗീകരിക്കുന്നു. രാമനും സഹോദരനായ ലക്ഷ്മണനും വിശ്വാമിത്രമുനിയോടൊപ്പം യജ്ഞസംരക്ഷണത്തിനായി യാത്ര തിരിക്കുന്നു. യാത്രയിൽ വിശ്വാമിത്രൻ 2 ദിവ്യ ആയുധങ്ങൾ രാമന് കൈമാറുന്നു. ഒന്ന് ബാലം, അത് ശത്രുനാശത്തിനായും; മറ്റൊരായുധം അതിബാലം, അത് ശത്രുവിന് ഉറക്കം പോലും അനുവദിക്കാതിരിക്കാനായും രാമന് നൽകി. ഇത് രാമന്റെ ഭൗതികവും ആത്മീയവുമായ ശക്തിയെ വളർത്തുന്നു. അങ്ങനെ അവരാ സ്ഥലത്തെത്തിക്കുന്നു, താടകാവനം എന്ന സ്ഥലത്ത്. അവിടെ താടക എന്ന ഒരു ദാനവി യജ്ഞങ്ങളെ നശിപ്പിക്കുന്നതിനും ധാർമ്മിക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതിനുമായി ഇരിക്കുന്നുണ്ടായിരുന്നു. വിശ്വാമിത്രൻ രാമനെ അവളെ സംഹരിക്കാൻ പ്രേരിപ്പിച്ചു. രാമൻ ആദ്യം സ്ത്രീയെ കൊല്ലേണ്ടതില്ലെന്നതിൽ പതർന്നുവെങ്കിലും ധർമ്മത്തിനുവേണ്ടി അത്യാവശ്യമായപ്പോൾ നിലപാട് സ്വീകരിക്കണമെന്നത് മനസ്സിലാക്കി. അങ്ങനെ താടകയെ വധിക്കുന്നു. ഇതോടെ ധർമ്മരക്ഷയും ഗുരുനിഷ്ഠയും തെളിയിക്കുന്നു. താടകാവധം കഴിഞ്ഞ് രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോടൊപ്പം സിദ്ധാശ്രമം എന്ന അതിപവിത്രമായ സ്ഥലത്തെത്തുന്നു. ഇവിടെ യാഗങ്ങൾ നടക്കുകയായിരുന്നു. ഈ യാഗം അസുരന്മാരായ മാരീചനും സുബാഹുവും തടസ്സപ്പെടുത്തി. രാമൻ ശക്തമായ അസ്ത്രങ്ങളാൽ ഇവരെ തോൽപ്പിക്കുന്നു. രാമനോട് നടത്തിയ പോരാട്ടത്തിൽ സുബാഹു മരിക്കുകയും മാരീചൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു.